ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ നോറ്റിട്ട് എല്ലാവരും ക്ഷീണത്തിലായിരിക്കും എന്നറിയാം. എങ്കിലും നോമ്പൊക്കെ എത്ര പെട്ടെന്നല്ലേ നമ്മളെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കാലത്ത് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ പെയ്തിട്ട് നമുക്ക് 8ൻ്റെ പണി കിട്ടിയെങ്കിലും നല്ലൊരു സന്തോഷവും സമാധാനവും തോന്നി കേട്ടോ. ചൂടിനൊരാശ്വാസവും പിന്നെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം മക്കൾസിനൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ട് ഓലയും നടലും തെങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞും തിരിഞ്ഞൊക്കെ വീണിരുന്നു കേട്ടോ. ഞാൻ രാവിലെ നീറ്റ് വന്ന് നോക്കിയപ്പോൾ ഇതാ നമ്മുടെ കൊലയിൽ ആകെ അങ്ങോട്ട് 8ൻ്റെ പണിയാണ് നിൽക്കുന്നത് കേട്ടോ. ഓടുമെന്ന് മാവിൻ്റെ പൂവും തെങ്ങിൻ്റെ പൂവും എല്ലാ പൂവും വീണിട്ട് അങ്ങനെ അകച്ചറപ്പിച്ചറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളൊക്കെ വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കാലത്ത് തന്നെ അവിടെയൊക്കെ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തിട്ടാണ് ആ ഒരു ഇതിൽ വന്നിങ്ങനെ നോക്കിയപ്പോഴാണ് സന്തോഷത്തിരിക്കുമ്പോൾ നമ്മളെ മത്തക്കുട്ടാപ്പും ഒരു മത്തനും പൂവും വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ട് അപ്പോൾ ഒരു സന്തോഷം തോന്നി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിതാ മക്കൾസിന് 2 ദോശ കൊടുക്കുക, ഒരു 4-5 ദോശ കാലത്ത് തന്നെ ചുട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അവർക്ക് ചായയും കൂട്ടിയിട്ട് അവരത് കഴിച്ചിട്ടാട്ടോ പോവുക. പിന്നെ സ്കൂളിലേക്ക് വേണ്ടത് നമുക്ക് ഉരുളങ്കിഴങ്ങ് കേട്ടോ. എന്നും ഉരുളങ്കിഴങ്ങ് പൊരിച്ചതോ ഉരുളങ്കിഴങ്ങ് ഫ്രൈ ഉരുളങ്കിഴങ്ങ് ഉപ്പേരി അല്ലെങ്കിൽ കോഴിമുട്ട ഇതൊക്കെ തന്നെ വേണം കേട്ടോ. അങ്ങനത്തെ മക്കൾസ് സ്കൂളിലേക്ക് ഒരു 8:30-9 മണിയാകുമ്പോൾ പോകാൻ നിൽക്കുകയാണേ. 8 മണി കഴിഞ്ഞ് ഒരു 9 മണിക്ക് ശേഷമായിട്ടോ പോവുക. അപ്പോൾ ഇതാ 9:30 വണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു മതിൽ തൊട്ട് ആ കണ്ണത്തെ ദൂരം വരെ എനിക്ക് സലാം പറഞ്ഞ് ഉമ്മച്ചിയെ വിളിച്ചും കണ്ടിട്ടോ പോവുക. ആ ഒരു വിളിയും ആ ഒരു ഇത് കേൾക്കാൻ തന്നെ ഒരു രസം കേട്ടോ. എന്തായാലും എല്ലാ മക്കൾക്കും പഠിച്ചോനെ ആയുസ്സും ആരോഗ്യം നീട്ടിത്തരട്ടെ എന്ന് നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം കേട്ടോ. അങ്ങനെ മക്കൾസ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉമ്മച്ചിയെന്ന് വിളിച്ചിട്ടോ വീട്ടിൽ വരിക. ആ വിളിയും കാത്തിരിപ്പിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഉമ്മർത്തിരിക്കും കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ശേഷം ഞാനിതാ എൻ്റെ ഇറക്കലായിയൊക്കെ വീണ്ടും വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് ഞാനിതാ നമുക്ക് ആ 8 to 9:30 വരെ നമുക്ക് വെള്ളം വരും കേട്ടോ, കുടിവെള്ളം. അതാ കൂടെ തന്നെ ഞാൻ എൻ്റെ അലക്കലും കോരലും തുടക്കലും എല്ലാം കഴിയാനൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ 3 മാവ് 4-5 മാങ്ങ എന്നെ നോക്കി ചിരിക്കുന്നു. പക്ഷേ എൻ്റേതല്ലാത്ത കാരണം ഞാൻ അവനെ നോക്കിയേ ഇല്ല കേട്ടോ. പിന്നെ എന്താ അവരൊക്കെ ഇടക്കിടക്ക് വാടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തുടക്കലടിക്കലും കോലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചെടികളൊക്കെ കുഴിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടമ്മമാർക്ക് എന്തൊക്കെയോ ഒരു പണി ഉണ്ടാവില്ലേ, അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ കുളി കഴിഞ്ഞു. പിന്നെ എന്താ ഒരു 12:30-1 മണീൻ്റെ മുന്നായിട്ട് കുളിച്ച് കയറും കേട്ടോ. എന്നിട്ട് ഒതുവെടുത്തിട്ടിരിക്കും. അപ്പോൾ നമ്മളെ വീട്ടിൽ ആരില്ലെങ്കിൽ എൻ്റെ വീടൊക്കെ കാണാൻ എന്തോ ഒരു വൃത്തിയായിരിക്കും കേട്ടോ. ഒരു 3:30 ശേഷം അടുക്കളയ്ക്ക് കൊണ്ട് കയറിയാണ്ടല്ലോ പൊന്നേ, അവിടുത്തെ പാത്രം എല്ലാ പാത്രവും എടുത്തിട്ട് എല്ലായിടത്തും പാത്രമായിരിക്കും, എല്ലായിടത്തും അതും ഇതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വലിച്ചു നീട്ടിയിടാതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കട്ടോ. അപ്പോൾ ഞാനിത് നിസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് നേരം ഇരുന്ന് ഓതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓതാനും സലാത്ത് ചെല്ലാനും ദിക്ർ ചെല്ലാനും എല്ലാം ഇരിക്കുന്നുണ്ടാവില്ലേ, റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഖത്തം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പെട്ടെന്ന് ഓരോ ജ്യൂസ് തീർക്കാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും ഓതി തീർക്കും എന്നുള്ള വാശിയിൽ നമ്മൾ ഫോണേ തൊട്ട് നോക്കിയരുത് കേട്ടോ. നമ്മൾ ഫോൺ ആ ഭാഗത്തേക്ക് നിസ്കരിക്കാൻ ഓതോർത്ത് വന്നതിന് ശേഷം എടുക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഇബ്ലീസിൻ്റെ പോലെ ആ ഫോണും തൊട്ടേ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ വാട്സപ്പും ഷെയർ ചാറ്റും കണ്ണീ കണ്ടൊക്കെ നോക്കിയിട്ടിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെയാണോ ഇല്ലേ എന്നൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ ഫോണേ തൊട്ട് നോക്കിയില്ല കേട്ടോ. ഓതി തീരോളം ഞാൻ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ മിന്നൂസിൻ്റെ അടുത്തൊന്ന് പോയി നോക്കിയിട്ട് അപ്പോൾ നല്ല കാറ്റ്, നല്ല മിന്നൂസ് ഇങ്ങനെ ആടി ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ തന്നെ ഞങ്ങളെ മരത്തിന്മേൽ ഇതാ നല്ലൊരു പരുന്ത് കുട്ടാപ്പ് വന്നിരിക്കുന്നു കേട്ടോ. അവനക്ക് ഞാൻ എന്നും തീറ്റ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. അത് കണ്ടിട്ട് ഇപ്പോൾ ഡെയിലി വരൽ തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം മാഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് വിചാരിച്ചു ചക്കരമത്തൻ കൊണ്ട് ഒരു ജ്യൂസ് അടിക്കാമെന്ന് കരുതിയിട്ട് ചക്കരമത്തനും പിന്നെ പാലും കൂട്ടിയിട്ട് അതിൽ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് അങ്ങനെ ഒരു ജ്യൂസ് അടിച്ചിട്ടാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കൾസ് നോമ്പറക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വെച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എനിക്ക് ഇന്ന് എന്തായാലും നോമ്പ് തുറക്കാൻ അവർ പോയിക്കില്ല, ഞാൻ മാത്രമല്ലേ, അപ്പോൾ എനിക്ക് ചോറ് മതി എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ വെള്ളം കലക്കിയതും പിന്നെ മുട്ട ബജ്ജി പൊരിച്ച കടിയും അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ജ്യൂസ് നല്ല ടേസ്റ്റ് കേട്ടോ. ചക്കരമത്തൻ എന്നും ഉണ്ടാകുന്ന കാരണം എന്നും കുറേ ബാക്കിയായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പോവാറ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ചക്കരമത്തൻ ഇങ്ങനെ ഇട്ട് ജ്യൂസ് അടിക്കുകയാണ് നല്ലതെന്ന് കേട്ടോ. അപ്പോൾ പാലും ചക്കരമത്തനും കൂടി അടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിലുണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മധുരം ഇട്ട് അടിക്കുക, മധുരം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറൊക്കെ എനിക്കായിട്ട് മാത്രം ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 അടി ഇട്ടിട്ട് പിന്നെ ഞാൻ ഒലിവയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതാ ഒരു മാങ്ങച്ചാറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി പിന്നെ ഇടാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ മാങ്ങച്ചാറും ഉണ്ടാക്കി. പിന്നെ ഞാൻ കരുതി തൊടുവിന്ന് അപ്പുറത്തുനിന്നൊക്കെ പൊട്ടിച്ചുണ്ടാക്കിയ കുറച്ച് ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇല കൊണ്ട് അത്താഴത്തിനും പിന്നെ
മുത്തായത്തിനും എല്ലാത്തിനും കൂടിയിട്ട് ഞാനിതാ ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ താളിപ്പ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഈ അച്ചാർ മാങ്ങച്ചാർ നമുക്ക് വീണ് കിട്ടുന്ന മാങ്ങകളുണ്ടാവില്ലേ, അതങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് ഉപ്പും മുളകും പൊടിയൊക്കെ തിരുമ്പിട്ട് വെയിലുകൊണ്ടിട്ട് അങ്ങനെ ഇട്ട അച്ചാറാട്ടോ. അട്ടിന് ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഈ മുരിങ്ങൻ്റെ ഇല ഇതൊക്കെ പൊട്ടിച്ച്, മുരിങ്ങൻ്റെ ഇല ഉണ്ട്, മത്തൻ്റെ ഇല ഉണ്ട്, ചീരൻ്റെ ഇല ഉണ്ട്, പയറ്റിൻ്റെ ഇല ഉണ്ട്, അങ്ങനെ ഇല്ലാത്ത ഇലകളെല്ലാം കൂട്ടിയിട്ട് തിന്നാൻ പറ്റുന്ന ഇലകളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ ചില ഇടങ്ങളിലൊക്കെ താളിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. ഞങ്ങളെ മലപ്പുറം ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ ഇല്ല, ഞങ്ങളെ ഇക്കാൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ താളിപ്പും കൂട്ടിയിട്ട് ഞാൻ വയറ് നിറയെ ചോറൊക്കെ തിന്ന്, നല്ല താളിപ്പുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, വെണ്ടക്കൊപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂട്ടിയിട്ട് ചോറൊക്കെ തിന്ന് അൽഹംദുലില്ലാ റാഹത്തായിട്ട് പള്ളം നിറയെ ഇങ്ങനെ കിടക്കല്ല കേട്ടോ, ചോറൊക്കെ തിന്ന് ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്താഴത്തിന് നീറ്റു. പിന്നെ അത്താഴത്തിനും അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാനൊരു മുന്തിരിങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, മുന്തിരിങ്ങ ഒന്നല്ല കേട്ടോ, 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ പിന്നീസും കൂടിയിട്ട് അതും കഴിച്ചു കേട്ടോ. അൽഹംദുലില്ലാ റാഹത്തായി. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാ മുത്തുമുണ്ടും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.